ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മള് മനോമയ കോശത്തെ കുറിച്ചാണ് നോക്കിയത്. ഒന്നിനെയും ആശ്രയിക്കാതെ അവനവനിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്നത് ആണ് ആത്മാ എന്നുള്ള തത്വം അറിയുമ്പോൾ ഉണ്ടാകുക. മനോമയത്തിനെയും കൂടെ കടന്ന ഒരു അവസ്ഥയാണ് അത്. അപ്പൊ മനോമയം ഇല്ലാതാക്കൽ പറ്റില്ല, മനസ്സിനെ ഇല്ലാതാക്കാൻ പറ്റില്ല, അതിൻ്റെ പിടിയിൽ അകപ്പെടാതെ ഇരിക്കുക. അപ്പൊ എങ്ങനെയാ? അതൊരു കരണമാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധമായിട്ട് വേണം മനസ്സിനെ ഉപയോഗിക്കാൻ. നമ്മൾ മനസ്സിന്റെ കൺട്രോളിലായി പോകരുത്, നമ്മുടെ കൺട്രോളിലായിരിക്കണം നമ്മുടെ മനസ്സ്. എങ്ങനെയാണോ ഒരു വാഹനത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ മനസ്സിനെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ നിയന്ത്രണമില്ലാത്ത ഒരു വണ്ടിയിൽ കയറിയിരുന്ന് വണ്ടിയുടെ പാട്ടിന് പോയി എവിടെയെങ്കിലും പോയി ആക്സിഡന്റ് പറ്റുന്ന പോലെ ആകരുത്. മനസ്സിന്റെ ചുമതല മുഴുവൻ മനസ്സിനെ ഏൽപ്പിച്ച് നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യരുത്, നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അപ്പോ അങ്ങനെയുള്ള മനസ്സ് അതല്ല ആത്മാ. ഇങ്ങനെ ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്ന എന്തിനെങ്കിലും ആശ്രയിച്ചു മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒന്നും ആത്മാ അല്ല. ആത്മാ സ്വയം ജ്യോതിയാണ്, അതിനൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. മനസ്സിന് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വേറെ ആശ്രയം വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോ മനസ്സ് ആത്മാ അല്ല. ഞാൻ എന്നുള്ളത് മനസ്സല്ല. ആദ്യം പറഞ്ഞു തന്നത് ഞാൻ എന്ന് പറയുമ്പോൾ അത് ശരീരമല്ല, ഞാൻ എന്ന് പറയുമ്പോൾ പ്രാണനല്ല, ഞാൻ എന്ന് പറയുമ്പോൾ മനസ്സും അല്ല. ഇത്രയും മൂന്നെണ്ണം നമ്മളിപ്പോ കണ്ടു. ഇനി പറയാൻ പോകുന്നത് വിജ്ഞാനമയ കോശം എന്നതിനാണ്. 5 കോശങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വിജ്ഞാനമയ കോശമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിന്റെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. എന്താണ് വിവേക ചൂടാമണിയിലുള്ള ശ്ലോകം? ബുദ്ധിർ ബുദ്ധീന്ദ്രിയൈ സാർദ്ധം സവൃത്തി കർത്തൃലക്ഷണഃ വിജ്ഞാനമയ കോശസ്യാത് പുംസഃ സംസാര കാരണം. ബുദ്ധിർ ബുദ്ധീന്ദ്രിയൈ സാർദ്ധം സവൃത്തി കർത്തൃലക്ഷണഃ വിജ്ഞാനമയ കോശസ്യാത് പുംസഃ സംസാര കാരണം. എന്താ പറയുന്നേ? ഇവിടെ വിജ്ഞാനമയ കോശത്തിന്റെ ലക്ഷണത്തെയാണ് പറയുന്നത്. ആദ്യം വിജ്ഞാനമയ കോശ ലക്ഷണം. എന്താണ് വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ? ശരീരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥൂല ശരീരം എന്താണ് ലക്ഷണങ്ങളൊക്കെ പഠിച്ചു, പ്രാണൻ എന്താണ് ലക്ഷണങ്ങൾ സഹിതം പഠിച്ചു, മനസ്സെന്താണ് ലക്ഷണങ്ങൾ സഹിതം പഠിച്ചു. ഇനി വിജ്ഞാനമയ കോശം എന്ന അത് എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ബുദ്ധീന്ദ്രിയൈ, ബുദ്ധി ഇന്ദ്രിയം. ബുദ്ധി ഇന്ദ്രിയം എന്താണ്? ബുദ്ധീന്ദ്രിയം ജ്ഞാനേന്ദ്രിയത്തിൽ പെടുന്നതാണ്. ബുദ്ധീന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളിൽ പെടുന്നു. ബുദ്ധി എന്നാൽ നമ്മൾക്ക് സാധാരണ മനസ്സിലാക്കുന്ന ബുദ്ധി തന്നെ. അതായത് മനസ്സിലെ ചിന്തകളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. മനസ്സിൽ വരുന്ന ചിന്തകളെ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് നിശ്ചയം ചെയ്യുന്ന, കൽപ്പിക്കുന്ന, ഉറപ്പിക്കുന്ന ഒരു ചിന്ത. ഉറപ്പിക്കുക, ഇതാണ് ശരി എന്നും പറഞ്ഞ് ഇത് ചെയ്യണം, ഇതാണ് ശരി, ഇതനുസരിക്കണം എന്നൊക്കെ ഉറപ്പിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതിന്റെ പേരാണ് ബുദ്ധി എന്ന്. സംശയം, വേണോ വേണ്ടയോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് സംശയാത്മായിട്ടിരിക്കുന്നതിനെ അതിനെ മനസ്സ് എന്നാണ് പറയാ. വികല്പം ചെയ്യുന്നത്, സംശയം കാണിക്കുന്ന ചിന്തകളെ, അതായത് വികല്പത്തെ ചെയ്യുന്നതെല്ലാം മനസ്സ് എന്ന് പറയും. അപ്പൊ മനസ്സ് എന്ന് പറഞ്ഞാൽ അതിന് തീരുമാനം എടുക്കത്തില്ല. അങ്ങനെയാണോ ഇങ്ങനെയാണോ, എന്താ വേണ്ടേ, ഇങ്ങനെ കുഴപ്പിച്ച് നിൽക്കും. ബുദ്ധി എന്ത് പറയും? ഇതാണ് ശരി, ഇത് മതി
എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതാണ് ബുദ്ധി. മനസ്സ് ചിന്തകളുടെ ഒരു കൂട്ടം, അതിൽ ഉറപ്പില്ല. ബുദ്ധി അവിടെ പ്രവേശിച്ച് അതിനെ ഉറപ്പിക്കും. അപ്പൊ വിജ്ഞാനമയ കോശം എന്നാൽ നിശ്ചയം ചെയ്യുന്ന ബുദ്ധിയും 5 ജ്ഞാനേന്ദ്രിയങ്ങളും കൂടിയത്. നിശ്ചയം ചെയ്യുന്ന ബുദ്ധിയും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന് വിജ്ഞാനമയ കോശം. 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് മനോമയം എന്ന് നമ്മൾ പഠിച്ചു. ജ്ഞാനേന്ദ്രിയം അപ്പൊ പറഞ്ഞു, ജ്ഞാനേന്ദ്രിയം 2 സ്ഥലത്തും വരും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും ചേരുമ്പോ വിജ്ഞാനമയ കോശം, 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേരുമ്പോ മനോമയ കോശം. ഈ 2 കോശങ്ങളിലും ജ്ഞാനേന്ദ്രിയങ്ങൾ വരുന്നുണ്ട്. മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 19 വരുമ്പോ 3, 5, 15, 4, 19. ഈ 4 മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതില് ബുദ്ധിയെ നമ്മളിപ്പോ എടുത്ത് പഠിക്കാൻ പോകും. ബുദ്ധിയുടെ കാര്യമാണ് പഠിക്കുന്നത്. ആ ബുദ്ധിയില് ഇവിടെ അഹങ്കാരവും കൂടെ അതിനകത്ത് ചേർക്കും. ബുദ്ധിയിൽ തന്നെ അഹങ്കാരം, ഞാൻ എന്നുള്ള അഹങ്കാരത്തെ ചേർക്കും. ഞാനാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ അഹങ്കാരത്തെ അവിടെ ചേർക്കും. ബുദ്ധിയില് അഹങ്കാരത്തെ ചേർക്കും. ചിത്തം മനസ്സിലും വെക്കും, ചിത്തത്തെ മനസ്സിലും വെക്കും. അപ്പോ അന്ധക്കരണത്തെ അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ അന്ധക്കരണത്തെ 2ആയിട്ട് പിരിക്കുകയാണ്, മനസ്സ് എന്നും ബുദ്ധി എന്നും. അപ്പൊ ബുദ്ധിക്കകത്ത് അഹങ്കാരവും കൂടെ നിശ്ചയം ചെയ്യുന്ന ആ ബുദ്ധിയാണത്, അഹങ്കാരവും കൂടെ ചേർന്നതാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പൊ ബുദ്ധി എന്ന് പറയുമ്പോൾ ഓർക്കണം, അഹങ്കാരം പ്ലസ് നിശ്ചയം ചെയ്യാനുള്ള കഴിവ്, ഇത് രണ്ടും കൂടെ കൂടിയതാണ് ബുദ്ധി എന്ന് ഇനി ഈ സന്ദർഭങ്ങളിൽ ഓർക്കണം. അങ്ങനെയുള്ള ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും സാർദ്ധം, ചേർന്ന് എന്ന്, അങ്ങനെയുള്ള സാർദ്ധം, അതാണ് ഇവിടെ പറഞ്ഞത്. ബുദ്ധീന്ദ്രിയ സാർദ്ധം എന്ന് പറയും. അതെല്ലാം കൂടെ ചേർന്ന് വിജ്ഞാനമയ കോശ സ്യാത്. വിജ്ഞാനമയ കോശ സ്യാത്, വിജ്ഞാനമയ കോശം ആകുന്നു. ഇതെല്ലാം ചേർന്നിട്ടാണ് വിജ്ഞാനമയ കോശമാകുന്നത്. ഇനി ഈ വിജ്ഞാനമയ കോശം എങ്ങനെ എന്നാണ് അടുത്തത് പറയുന്നത്. ഈ വിജ്ഞാനമയ കോശം എങ്ങനെ, എന്താണ് ഇവിടെ പറയുന്നത്? സവൃത്തി കർത്തൃലക്ഷണ. സവൃത്തി കർത്തൃലക്ഷണ. സവൃത്തി എന്ന് പറഞ്ഞാൽ ചിന്തകളാൽ നിറഞ്ഞത് എന്നർത്ഥം. ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ചിന്തകളാണ്, ഉള്ളു ചിന്തകൾ. എത്രയാ ചിന്ത എന്നൊരു കണക്കാക്കാൻ പറ്റില്ല. നമുക്ക് ആലോചിച്ചറിയാലോ. നമ്മുടെ ചിന്തയ്ക്ക് വല്ല കണക്കുകളുണ്ടോ? എണ്ണാൻ പറ്റുമോ ചിന്ത? കോടിക്കണക്കിന്, കോടി നല്ല നമ്പർ പറയാൻ പറ്റില്ല. അത്രയും ചിന്തകളാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സവൃത്തി, ചിന്തകളാൽ നിറഞ്ഞത്. എന്ത്? വിജ്ഞാനമയ കോശം. മനോമയവും ചിന്തകളാൽ നിറഞ്ഞത് തന്നെയാണ്. വിജ്ഞാനമയം എങ്ങനെയാണ് ചിന്തകളാൽ നിറഞ്ഞത് എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. മനോമയം ചിന്തകളാൽ നിറഞ്ഞതാണ്, ശരിയാണ്. വിജ്ഞാനമയവും ചിന്തകളാൽ നിറഞ്ഞത് എന്ന് പറയുന്നു. അത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനത്തെ ചിന്തകളാണ് അവിടെ നിറയുന്നത്? കർത്തൃലക്ഷണ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കർത്തൃലക്ഷണ. ഞാൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് അവിടുത്തെ ചിന്തകളെല്ലാം. ഞാൻ ചെയ്തു, ഞാൻ നടന്നു, ഞാൻ ഇരിക്കുന്നു, എനിക്കിഷ്ടം, എന്റേത്, ഞാൻ ഭക്ഷണം കഴിച്ചു, എല്ലാം ഞാനാണ്. ഞാൻ ഉറങ്ങാൻ കിടന്നു, ഞാൻ ഉറങ്ങി, എല്ലാ സ്ഥലത്തും ഞാൻ 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 എന്ന് പറയും. ഈ ഞാൻ നമ്മൾ ഒരിക്കലും ആത്മാവായിട്ടല്ല പറയുന്നത്. അത് തെറ്റാണ് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നമ്മളിവിടെ പറയുന്ന ഞാനെല്ലാം തെറ്റാണ്. ആ ഞാനല്ല ശരിക്കുള്ള ഞാൻ എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ നമ്മളെ വിവാഹ ചൂടാമണി കൂടെ പഠിപ്പിക്കുന്നത്. അപ്പോ കർത്തൃലക്ഷണമുള്ള ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു വിജ്ഞാനമയ കോശം. കർത്തൃലക്ഷണമുള്ള ചിന്തകൾ. മനോമയത്തെ അങ്ങനെയില്ല. വെറുതെ ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ധാരാളം ചിന്തകൾ ഉണ്ടാവും, പോവും, വരുമ്പോവും ചിന്തകളെ കൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഞാൻ, അതാണ് അഹങ്കാരത്തെ അവിടെ കൂട്ടുപിടിച്ചതാണ് വിജ്ഞാനമയ കോശത്തിന്റെ പ്രത്യേകത. നിശ്ചയമായിട്ടുള്ള ബുദ്ധിയോടുകൂടെ ഞാനാണ് ചെയ്തത്, എനിക്ക് വേണം എന്നുള്ള നിശ്ചയത്തോടു കൂടി ഞാൻ എന്നുള്ളതിനെ അവിടെ ആ അഹങ്കാരത്തെയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഞാൻ എന്ന് പറയുന്ന സ്വരൂപമാണ് കർത്തൃലക്ഷണ എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന സ്വരൂപം.
ഈ ഞാൻ എന്ന തന്മയോട് കൂടിയതാണ്, ഞാൻ എന്ന തന്മയോട് കൂടിയതാണ് കർത്താവ് എന്ന് സ്വയം പറയുന്നത് ആ ചെയ്യുന്നവൻ. ഞാൻ എന്ന തന്മയോട് കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെയോ വിജ്ഞാനമയ കോശഃ സ്യാത്, പിന്നെ പറഞ്ഞു പുംസഃ സംസാര കാരണം. ഒരു 3 കാര്യങ്ങൾ പറയും. കാര്യ ആത്മ, ആത്മാവിന്റെ ഒരു വേറെ ചില പേരുകൾ പറയും. കാര്യ ആത്മ, അത് ശരിക്കും ആത്മാ എന്നുള്ളതിന്റെ മീനിങ് അല്ല ഇവിടെ. കാര്യ ആത്മാ എന്ന് പറയുമ്പോൾ അന്നമയ കോശം പ്ലസ് പ്രാണമയ കോശം, ഇതിനെ കാര്യാത്മ എന്നാ പറയുക. കരണ ആത്മ എന്ന് പറയും, അതിനെ മനോമയ കോശത്തിനാണ് കരണമായിട്ട് പറയുക. നമ്മൾ പറഞ്ഞല്ലോ ഇൻസ്ട്രുമെന്റ് ആയിട്ടിരിക്കണം, കരണ ആത്മ എന്ന് പറയും. പിന്നെ കർത്തൃ ആത്മാ എന്ന് പറയും. വിജ്ഞാനമയ കോശത്തിനെ വേറൊരു രീതിയിൽ പറയുന്നത് കർത്തൃ ആത്മാ എന്നാണ്. ആ ആത്മാ എന്നുള്ള വാക്ക് ഒറിജിനൽ ആത്മായുടെ മീനിങ് ആയിട്ട് അവിടെ എടുക്കരുത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ. കർത്തൃ ആത്മാ, കരണ ആത്മാ, കാര്യ ആത്മാ, കരണ ആത്മാ, കർത്തൃ ആത്മാ. അന്നമയ കോശം, പ്രാണമയ കോശം, പിന്നെ മനോമയ കോശം, പിന്നെ വിജ്ഞാനമയ കോശം. ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഞാൻ ചെയ്യുന്നു എന്ന് കർത്തൃ ലക്ഷണത്തോടുകൂടി പറയുമ്പോൾ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? മനോമയ കോശം. പിന്നീട് ചെയ്യാനുള്ള എനർജി തരുന്നത് ആരാണ്? ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മനോമയ കോശം പറഞ്ഞു. പിന്നീട് ചെയ്യാനുള്ള എനർജി തരുന്നതോ അത് പ്രാണമയ കോശം. പിന്നീട് ഈ ശരീരമാണ് പിന്നീട് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്തായി? അന്നമയ കോശവും വന്നു. മനസ്സിൽ തോന്നി, അതായത് കാരണമായിട്ട് മനസ്സിൽ തോന്നി, ഉപകരണമായിട്ട് മനോമയം ഉണ്ടായി. പിന്നെ പ്രവർത്തിക്കാനുള്ള എനർജി പ്രാണമയ കോശത്തിൽ നിന്നുണ്ടായി. പിന്നെ ശരീരം കൊണ്ടുള്ള അധ്വാനം അന്നമയ കോശം അവിടെ പ്രവർത്തിച്ചു. അപ്പൊ ഈ 3 കോശങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയാണ് ഇപ്പൊ കണ്ടേ, മനോമയം, പ്രാണമയവും അന്നമയവും. ഇനി ഞാനാണ് ഇത് ചെയ്യുന്നേ എന്ന് പറയുമ്പോ ആര് വന്നു അവിടെ? ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോ അവിടെ വിജ്ഞാനമയ കോശവും കൂടെ പറഞ്ഞു. എത്ര നന്നായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു ചിന്തയുണ്ടാകുമ്പോ അത് മനസ്സിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റിനെ, നമ്മുടെ കയ്യിലുള്ള ഒരു ഉപകരണത്തെ, മനസ്സെന്ന ഉപകരണത്തെ നമ്മൾ ഉപയോഗിച്ച് ചിന്ത ഉണ്ടാകുന്നു. അപ്പൊ മനോമയ കോശം എന്നത് പ്രവർത്തിക്കുന്നു. പിന്നെ ആ ചിന്ത ഒരു പ്രവൃത്തിയായിട്ട് മാറണം. ആ പ്രവർത്തിക്കണമെങ്കിൽ ഒരു എനർജി വേണം, ഇല്ലാതെ പറ്റുമോ? വയ്യാതെ കിടന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനർജി വേണം. എനർജി ആരാ തരുന്നേ? പ്രാണമയ കോശം അതിന് ആ പ്രവൃത്തി എക്സിക്യൂട്ട് ചെയ്യാനുള്ള എനർജി തരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്? കയ്യ, കാല്, കണ്ണ് ഇങ്ങനെയുള്ള നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ്, നമ്മുടെ കയ്യിലുള്ള ഇന്ദ്രിയങ്ങളുമാകത്ത് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പൊ അവിടെ അന്നമയ കോശവും കൂടെ വന്നു. അങ്ങനെ ഈ 3 മനോമയം, പ്രാണമയം, അന്നമയം 3ഉം അങ്ങനെ വന്നു. എന്നിട്ട് അപ്പോ ഇതെല്ലാമായി പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോ ആരാണ് ചെയ്യുന്നത്? ഞാനാ ചെയ്യുന്നത്. ഞാനാണ് എഴുതിയത്, ഞാനാണ് സംസാരിച്ചത്, ഞാനാണ് ഓടിയത്, ഞാനാണ് ഇരുന്നത്, ഞാനാണ് കയറിയത്, ഞാനാണ് അങ്ങോട്ട് പോയത്. എല്ലാത്തിനും ഞാൻ 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 എന്ന് നമ്മൾ ഉപയോഗിക്കും. ഈ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആത്മാ എന്ന് വിചാരിച്ചാണോ ഉപയോഗിക്കുന്നത്? സർവശക്തനായ ആത്മാവാണ് ഞാൻ, സർവ അന്തര്യാമിയായ ആത്മാവാണ് ഞാൻ, എന്നുമുള്ള ആത്മാവാണ് ഞാൻ, സ്വയം പ്രകാശമായ ആത്മാവാണ് ഞാൻ, എനിക്ക് മരണമില്ലാത്തതാണ്, ഞാൻ ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല, ഞാൻ എപ്പോഴും ഉണ്ട്, ഞാൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്? ഞാൻ ചെയ്തു, ഞാൻ പോയി, ഞാൻ കഴിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ടാണോ? അല്ല. അപ്പോ ആ പറയുന്ന ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തു, ഞാൻ ഓടി, ഞാൻ കണ്ടു, ഞാൻ വിളിച്ചു എന്നൊക്കെ പറയുന്ന ഞാനുണ്ടല്ലോ, ആ ഞാൻ ഈ വിജ്ഞാനമയ കോശത്തിലെ അഹങ്കാരം എന്ന ഞാനാണ്. നന്നായിട്ടത് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ആചാര്യസ്വാമികള്. അപ്പൊ ഞാനാരാണ്? ഇപ്പൊ നമ്മൾ പറയുന്ന ഞാനാരാണ്? വിജ്ഞാനമയ കോശത്തിലെ ഞാനാണ്. ഇപ്പൊ നമ്മൾ പറയുന്നതെല്ലാം വിജ്ഞാനമയ കോശത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സർവകാര്യവും ചെയ്യുന്നേ. ഞാൻ ചെയ്തു, ഞാൻ പഠിച്ചു, ഞാൻ പോയി, എല്ലാം നമ്മൾ നിന്ന് സംസാരിക്കുന്നത് വിജ്ഞാനമയ കോശത്തിൽ. എല്ലാത്തിനും കാരണമായ അഹങ്കാരം വിജ്ഞാനമയ കോശമാണ്. മുകളിലേക്ക് വരുന്തോറും അതിന്റെ ശക്തി കൂടി വരുന്ന കണ്ടോ? അന്നമയത്തിൽ നിന്ന് കയറി പ്രാണമയത്തിൽ വന്നപ്പോൾ കുറച്ചുകൂടെ ശക്തമായി, അവിടെ നിന്ന് മനോമയത്തിൽ കയറിയപ്പോ പിന്നെയും ശക്തമായി, ഇതാ വിജ്ഞാനമയത്തിൽ വന്നപ്പോ വളരെ വളരെ ശക്തമായി. ഇതൊക്കെ എങ്ങനെയാ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് പരിഭ്രമം വരും.
അപ്പൊ എല്ലാത്തിനും കാരണമായ അഹങ്കാരം വിജ്ഞാനമയ കോശം. എന്നിട്ടോ എന്ത് പറഞ്ഞു? ഇതാണ് പുംസഹ സംസാര കാരണം എന്ന് പറഞ്ഞു. പുംസഹ സംസാര കാരണം. പുംസഹ എന്ന് പറഞ്ഞു ഇവിടെ ജീവന്റെ സംസാര കാരണം വിജ്ഞാനമയ കോശമാണ് എന്ന് ഇവിടെ ഉറപ്പിച്ചെന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നു. പുംസഹ സംസാര കാരണം വിജ്ഞാനമയ കോശ. ഈ വിജ്ഞാനമയ കോശം സങ്കടത്തിനും ദുഃഖത്തിനും സംസാരത്തിനും ഒക്കെ കാരണമായിരിക്കുന്നു. സംസാര കാരണം എന്ന് സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖവും ദുഃഖവും എല്ലാം ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സംസാരം എന്ന് പറയാം. ദുഃഖം കൂടെ ഉണ്ട് അതിനകത്ത്. ഒരു സുഖം കഴിഞ്ഞാൽ ഉടനെ ദുഃഖം വരും, പിന്നെ മാറി 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 ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. സംസാര കാരണം. ദുഃഖത്തെ അനുഭവിക്കുന്നത് ആരാണ്? അവിടെ നമ്മൾ എന്താ പറയണേ? ഞാൻ എന്ന് പറയുന്നുണ്ട് അവിടെ. എനിക്ക് ദുഃഖം വരുന്നു, എന്റെ ആളാണ് പോയത്, എന്റെ വേണ്ടപ്പെട്ടവരാണ് മരിച്ചത്. ദുഃഖത്തെ അനുഭവിക്കുന്നത് ആര്? ദുഃഖാത്മകം എന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. അവിടെയാണ് ദുഃഖാത്മകം എന്ന് പഠിച്ചത് നേരത്തെ. മനോമയം പഠിപ്പിച്ചപ്പോ ദുഃഖാത്മകത്വാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മനോമയം ഞാനല്ല എന്ന് പറഞ്ഞു, അവിടെ ആത്മാവല്ല എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ദുഃഖാത്മകമാണ് മനോമയ കോശം. ഈ ദുഃഖത്തിന് കാരണം വിജ്ഞാനമയ കോശമാണ്. മനോമയം ദുഃഖാത്മകമാണ്. അതെങ്ങനെ ദുഃഖാത്മകമായി? ആരാണ് അതിന് കാരണം? വിജ്ഞാനമയ കോശമാണ് കാരണമായത്. കാരണം എന്റേതായത് കൊണ്ടല്ലേ ദുഃഖം വന്നേ. ആരെങ്കിലും മരിക്കുമ്പോ എന്റെ അല്ലെങ്കിൽ ദുഃഖം വരുമോ? വരില്ല. എന്റേത് എന്ന് നമ്മളവിടെ ചേർത്ത് വെച്ച എന്റേത് മമ എന്ന് ചേർക്കാൻ കാരണം ആരാണ്? ചേർക്കാൻ കാരണം വിജ്ഞാനമയ കോശമാണ്. അവിടെയാണ് ഞാൻ എന്നുള്ള അഹങ്കാരം നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ വിജ്ഞാനമയ കോശമാണ് മനോമയ കോശത്തെ ദുഃഖം അനുഭവിക്കാൻ കാരണമാക്കി വെക്കുന്ന ആൾ. അപ്പൊ ഏറ്റവും ശക്തമുള്ള ആരാ? മനസ്സാണോ വിജ്ഞാനമയമാണോ? വിജ്ഞാനമയം. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നേ. അപ്പൊ അവിടെ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ അഹങ്കാരമാണ് കാരണം. അഹം അത് കാരണമാണ് വിജ്ഞാനമയ കോശത്തിൽ കൂടി മനസ്സ് ദുഃഖം അനുഭവിക്കുന്നത്. അപ്പൊ വിജ്ഞാനമയ കോശം അതൊരു കാരണമാണ്. അത് കാരണമാണ് അത് അനുഭവിക്കുന്ന ആള് മനസ്സ്, അത് മനോമയം. തീരുമാനമെടുക്കുന്നത് വിജ്ഞാനമയം, അനുഭവിക്കുന്നത് മനോമയം. ഇങ്ങനെയാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. തീരുമാനം എടുക്കുന്ന ആള് വിജ്ഞാനമയം. എന്റെ എന്ന് പറയുമ്പോൾ ആര് ദുഃഖിക്കും? മനസ്സ് ദുഃഖിക്കും. എന്റെ അല്ല എന്ന് പറയുമ്പോൾ സുഖമില്ല. ആർക്ക് ദുഃഖമില്ല? മനസ്സിൽ ദുഃഖമില്ല. സാധാരണ വിജ്ഞാനമയ കോശം രാവിലെ എന്ത് പറയും? എണീക്ക് 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 എന്ന് പറയും, അല്ലേ? നേരം വെളുക്കുമ്പോഴത്തേക്ക് എണീക്ക് എണീക്ക് എന്ന് പറയും. മനസ്സെന്ത് പറയും? മടി പിടിക്കും. ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് മനസ്സ് പറയും. വിജ്ഞാനമയം പറയും നേരം വെളിച്ചമായി എണീക്കൂ എണീക്കൂ എണീക്കൂ, ബുദ്ധി പ്രയോഗിക്കും, അതായത് ഒരു നിശ്ചയം പറയും. പക്ഷെ മനസ്സെന്ത് പറയും? മടി പിടിക്കും. ഇല്ല, കുറച്ചുകൂടെ കഴിയട്ടെ, പിന്നെ ആവട്ടെ. അങ്ങനെ പണ്ടേ അങ്ങനെയാണ് മനസ്സ് എപ്പോഴാണ് ഇങ്ങനെ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. അതിന് ആദിയില്ല, അവസാന്തവും ഇല്ല. എപ്പോഴോ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോ വിജ്ഞാനമയ കോശം ഞാൻ എന്ന് പറഞ്ഞ് അജ്ഞാനത്തോടെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അജ്ഞാനം എന്ന് പറഞ്ഞേ? ഞാനിതൊന്നും അല്ലല്ലോ, ഞാൻ ശരിക്കും ആത്മാ ഇല്ലേ? അപ്പൊ അജ്ഞാനം ഉടനല്ലേ ഇപ്പോൾ നമ്മൾ പറയുന്ന ഞാൻ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ എന്ന പദം അജ്ഞാനം കൊണ്ട് നിറഞ്ഞതാണ്. ഒന്നിലെ ശരീരം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രാണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ വിജ്ഞാനമയത്തിൽ തന്നെ ആയിരിക്കും. ഇവിടെ എവിടെങ്കിലും ആയിരിക്കും നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമുക്ക് എന്താവുന്നു? ഇതിലൊക്കെ കൂടെ ഞാൻ എന്ന് പറയുമ്പോൾ ആത്മാവിനെ തിരിച്ചറിയാതെ ഈ അജ്ഞാനത്തിൽ നിന്ന് ഞാൻ എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ദുഃഖമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തിനാ ദുഃഖം? ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഞാൻ എന്നുള്ളൊരു സംഗതി വന്നാണ് ദുഃഖിപ്പിക്കുന്നത്. എന്റെ വീട് പോയി, പ്രളയം വന്നപ്പോ എന്റെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു, തീ കത്തിയപ്പോ എന്റെ വീട് കത്തി, എല്ലാം എന്റെ സംഭവം ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ സംസാരം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സംസാരം ഉണ്ടാകത്തില്ല. സംസാരത്തെ തരുന്നത് വിജ്ഞാനമയ കോശമാണ്. അജ്ഞാനം കൊണ്ട്. മാനാപമാനത്തെ തരുന്നത് ആരാണ്? വിജ്ഞാനം തന്നെ മാനാഭിമാനം തരുന്നേ. എന്നെ അയാൾ അങ്ങനെ പറഞ്ഞു,
എന്നോടത് പറയാൻ പാടില്ലായിരുന്നു. എന്നെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ ആത്മാവിനെ അപമാനിച്ചു എന്നാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ? അല്ല, ഈ ശരീരത്തെ, ഈ മനസ്സിനെ, എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അവിടെ എന്റെ കയ്യിലുള്ളത് മനസ്സാണെന്നുള്ളതാണ്. മനസ്സിനെ വേദനിപ്പിച്ചു. ഒരിക്കലും ഞാനിത് മറക്കില്ല. ഇതൊക്കെ പറയുന്നത് ഈ വിജ്ഞാനമയത്തിൽ നിന്നുകൊണ്ടുള്ള കളിയാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിജ്ഞാനമയത്തിൽ തന്നെയാണ്. നമ്മളൊക്കെ അവിടെയാണ്. അതിൽ നിന്നാണ് നമുക്ക് കരകയറി പോകേണ്ടത്. മനസ്സിൽ അതായത് അന്നമയ കോശത്തിൽ നിന്നും പ്രാണമയ കോശത്തിൽ നിന്നൊക്കെ കടക്കാം. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് മനോമയ കോശം കടന്നു പോകാനാണ്. ഇനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടി എന്ന് വിചാരിക്കുക, വിജ്ഞാനമയം കടക്കാൻ ഒരു രക്ഷയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് സാധനങ്ങൾ ചെയ്താൽ മാത്രമേ വിജ്ഞാനമയ കോശത്തിൽ നിന്ന് കടക്കാൻ പറ്റുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള ഒരു പണിയുണ്ട്. എന്താണ്? ശരണാഗതി. വിജ്ഞാനമയത്തിൽ നിന്ന് കടക്കാനുള്ള ഷോർട്ട് കട്ടാണ് ശരണാഗതി. ശരണാഗതി എളുപ്പമാണോ? ചിന്തിച്ചു നോക്കണം. എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന് ഉറച്ചു വിശ്വസിച്ച് അവനവന്റെ കർമ്മങ്ങളെ മാത്രം ചെയ്തുകൊണ്ട് കർമ്മഫലമിച്ഛിക്കാതെ മുന്നോട്ട് പോയാൽ വിജ്ഞാനമയ അവകാശ പരാജയപ്പെടും. സാധിക്കണം എല്ലാത്തിലും. ഈച്ച് ആൻഡ് എവരി ആക്ട്, ഓരോന്നിലും അങ്ങനെ ചെയ്യാൻ സാധിക്കണം. ഓരോന്നിലും സമർപ്പിച്ചുകൊണ്ട് മാത്രം, കർമ്മഫലത്യാഗത്തോടുകൂടി, കർമ്മഫലത്യാഗം കൊണ്ട്, സമ്പൂർണ്ണ ശരണാഗതി കൊണ്ട് വിജ്ഞാനമയത്തെ കടക്കാൻ പറ്റും. കാരണം അവിടെ ഞാൻ ഉണ്ടാവില്ല. ഞാനുണ്ടെങ്കിലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. സമ്പൂർണ്ണ ശരണാഗതി വന്ന ഒരാൾക്ക് ഞാനുണ്ടോ? ഇല്ല. അവിടെ ഒരു ശക്തി, ആ ശക്തി മാത്രമേ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി മാത്രമേ ഉള്ളൂ. വിജ്ഞാനമയ കോശം ശരീരത്തെ ഞാനെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ ഒക്കെ വിജ്ഞാനമയ കോശം ശരീരത്തെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ശ്ലോകം കൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഈ ഒരു ശ്ലോകം ചെറിയ ശ്ലോകമാണ്. അടുത്തത് വിജ്ഞാനമയ കോശത്തെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. ആ ശ്ലോകം കൂടെ നമുക്കൊന്ന് നോക്കാം. അനുവ്രജച്ചിത് പ്രതിബിംബശക്തി വിജ്ഞാന സംജ്ഞഃ പ്രകൃതേർവികാരഃ ജ്ഞാനക്രിയാവാനഹമിത്യജസ്രം ദേഹേന്ദ്രിയാദിഷ്വഭിമന്യത്തെ ഭൃശം. അനുവ്രജച്ചിത് പ്രതിബിംബശക്തി വിജ്ഞാന സംജ്ഞ പ്രകൃതേർവികാരഃ ജ്ഞാനക്രിയാവാൻ അഹമിത്യജസ്രം ദേഹേന്ദ്രിയാദിഷ്വഭിമന്യത്തെ ഭൃശം. ദേഹേന്ദ്രിയാദിഷ്വഭിമന്യത്തെ ഭൃശം. വിജ്ഞാനമയ കോശത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ അത് വേണമല്ലോ. എന്നാലും നമുക്ക് കറക്റ്റായിട്ട്, ഇത്തിരി ടഫായൊരു ഭാഗമായ കാരണം കുറെക്കൂടെ ആചാര്യസ്വാമികൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മുടെ മനസ്സ് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സൂക്ഷ്മ പഞ്ചഭൂതം, അവിടെ നിന്നാണ് സൂക്ഷ്മ ശരീരത്തിൽപ്പെട്ട ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന മനസ്സുണ്ടായിരിക്കുന്നത്. നമ്മൾ കാണുന്ന സ്ഥൂല പഞ്ചഭൂതങ്ങൾ ജഡമാണോ, അറിവ് സ്വരൂപമാണോ? നമ്മൾ കാണുന്ന സ്ഥൂല പഞ്ചഭൂതം ജഡമാണോ? ആണോ? ജഡമാണോ? അതോ അറിവ് സ്വരൂപമോ? അപ്പോ ജഡമാണ്. അതിന് ചൈതന്യം കൊടുക്കുന്നത് ആരാണ്? ആത്മാവാണ് ചൈതന്യം കൊടുക്കുന്നത്. പരബ്രഹ്മമാണ് ചൈതന്യം കൊടുക്കുന്നത്. അപ്പോഴാണ് അവരെ നമുക്ക് എന്താ ജീവനുള്ളതായിട്ട് തോന്നുന്നത്. അവയ്ക്ക് ശക്തി കൊടുക്കുന്നത് ചലിക്കാനും പ്രവർത്തിക്കാനും. അപ്പൊ ഈ സ്ഥൂല ജഡമായ, ശരിക്കും അവ ജഡമാണ്. സ്ഥൂല ജഡമായ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകാൻ കാരണമായത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് സ്ഥൂല പഞ്ചഭൂതങ്ങൾ ഉണ്ടായേ. അപ്പൊ സ്ഥൂല പഞ്ചഭൂതങ്ങൾ ജഡമാണെങ്കിൽ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളും ജഡമായിരിക്കും എന്നുള്ള ഉറപ്പാണ്. ജഡമാണ്, സൂക്ഷ്മ പഞ്ചഭൂതം ജഡമാണ്. അതിനാൽ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നായിട്ടുള്ള ബുദ്ധിയും മനസ്സും എന്തായിരിക്കും? അതും ജഡമായിരിക്കും.
ജഡമായ ഒന്നിൽ നിന്നല്ലേ ജഡമായത് ഉണ്ടാവുകയുള്ളൂ. അപ്പോ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന്, ജഡമായ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായ മനസ്സും ബുദ്ധിയുമെല്ലാം ജഡം തന്നെയാണ്. മനോമയവും വിജ്ഞാനമയവും ശരിക്ക് ജഡസ്വരൂപമാണ്. അതിന് സ്വയം അറിവ് എന്നുള്ളൊന്നില്ല. ഈ കോശങ്ങൾക്കൊന്നും സ്വയം അറിവില്ല. പക്ഷെ നമുക്ക് മനസ്സിലൊരു ഉണർവുണ്ടല്ലേ? ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നമുക്കൊരു ഉണർവുണ്ട് മനസ്സിൽ. മനസ്സ് ജഡമാണ് താനും, ബുദ്ധിയും ജഡമാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ ഉണർവും അറിവും ഉണ്ടാകുന്നത്? ഇത് രണ്ടും ജഡമാണ്. പിന്നെ എങ്ങനെ അവിടെ അറിവുണ്ടാകുക? അതിന് ഒരു ചേതനത്വം ഉണ്ട് ഇപ്പൊ, അല്ലെ? ഇപ്പൊ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നു, ബുദ്ധി പ്രവർത്തിക്കുന്നു, നമുക്കൊരു ചേതനത്വമുണ്ട്. ശരീരം പ്രവർത്തിക്കുന്നു, പ്രാണൻ പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ. അതേസമയം ഇതെല്ലാം സൂക്ഷ്മ ശരീരത്തിൽ നിന്ന്, സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നും സ്ഥൂല പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ശരീരവും മനസ്സും കാര്യങ്ങളും എല്ലാം. അവയെല്ലാം ജഡമാണ്. അവയെ പ്രവർത്തിക്കുന്ന അവർക്കൊക്കെ ഒരു ചേതനത്വം കൊടുക്കുന്ന ഒരാളുണ്ട്. അതാണ് സാക്ഷാൽ ജഗദീശ്വരൻ അഥവാ പരമാത്മ. അപ്പൊ നമ്മളിലും ഈ ശക്തിയാണ് ചേതനത്വം തരുന്നത്. അതെങ്ങനെ? ഈ ചേതനത്വം ജഡമായ വിജ്ഞാനമയ കോശത്തിന്റെ സ്വന്തമാണോ? അല്ല, അതിന്റെ സ്വന്തമല്ലത്. ഈ വിജ്ഞാനമയ കോശത്തിന്റെ സ്വന്തമല്ല ഈ ചേതനത്വം. അതെവിടുന്ന് കിട്ടി? വിജ്ഞാനമയത്തിന് ഈ ചേതനത്വം എവിടുന്ന് കിട്ടി? ആരുടെ അടുത്തുനിന്നാണ് ഇത് കിട്ടിയത്? എവിടുന്നാണ് ഇത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണിത് കൊടുത്തത്? ആരാണിത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്? ഇപ്പൊ കണ്ണാടി എടുത്ത് നമ്മള് ഇത് സൂര്യനെ കാണിച്ച് വെളിച്ചം അടിക്കുമ്പോൾ കണ്ണാടിയിൽ നിന്ന് വെളിച്ചം വരും. കണ്ണാടിക്ക് സ്വയം വെളിച്ചം തരാനുള്ള കഴിവുണ്ടോ? ഇല്ല. സൂര്യന്റെ നേരെ വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് വെളിച്ചം കാണിക്കാൻ പറ്റും, അതിന്റെ പ്രകാശത്തെ നമുക്ക് പ്രസരിപ്പിക്കാൻ പറ്റും. തനിയെ വെറുതെ കണ്ണാടിയിൽ നിന്ന് പ്രസരിക്കുവോ? ഇല്ല. അപ്പോ പ്രതിഫലിപ്പിക്കാനല്ലേ കഴിയുള്ളൂ കണ്ണാടിക്ക്. സ്വന്തമായിട്ടൊരു പ്രകാശം, സൂര്യനെ പോലെ ഒരു പ്രകാശം കണ്ണാടിയിൽ നിന്ന് വരുമോ? വരില്ല. പക്ഷെ കണ്ണാടിയിൽ നിന്ന് പ്രകാശം വരും. എപ്പോ? സൂര്യൻ അഭിമുഖമായി ഇരിക്കുമ്പോ സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തെ കണ്ണാടി എന്ത് ചെയ്യും? പ്രതിഫലിപ്പിക്കും. പ്രതിഫലിപ്പിക്കുക, ഓർത്തോണം ഈ വാക്ക്. കണ്ണാടി സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോ കണ്ണാടിക്ക് പ്രതിഫലിപ്പിക്കാനേ കഴിവുള്ളൂ, സ്വയം പ്രകാശിക്കാൻ കഴിവില്ല. സൂര്യനില്ലെങ്കിൽ കണ്ണാടിയിൽ നിന്ന് ഒന്നും വരില്ല. അപ്പോ വെളിച്ചം കണ്ണാടിക്ക് എവിടുന്നാണ് കിട്ടിയത്? കണ്ണാടി വെളിച്ചം തരുന്നുണ്ട്. എവിടുന്നാ വെളിച്ചം കിട്ടിയത്? സൂര്യന്റെ കയ്യിൽ നിന്ന്, അല്ലെ? അങ്ങനെ കണ്ണാടിയിൽ കൂടി പ്രതിഫലിച്ച് നമുക്ക് വെളിച്ചം കിട്ടി. അതിന് സൂര്യന്റെ നേരെ പിടിക്കുമ്പോ സൂര്യന്റെ കയ്യിൽ നിന്നും വെളിച്ചത്തെ എടുത്ത് കണ്ണാടി പ്രതിഫലിപ്പിക്കും. ഈ സത്യം നമുക്ക് അറിയാവുന്നതാണ്. ഈ സത്യം നമുക്കറിയാം, അല്ലെ? അതുപോലെ വിജ്ഞാനമയ കോശം ജഡമായിരിക്കലും ആത്മാവിന്റെ ചൈതന്യം അവിടെ പ്രതിബിംബിക്കുന്നു. ആത്മാവിന്റെ ചൈതന്യം, ആ പ്രകാശം, ആത്മചൈതന്യം അവിടെ പ്രതിബിംബിക്കുന്നു. വിജ്ഞാനമയ കോശത്തില് പ്രതിബിംബിക്കുന്നു. ഓർത്തോണം, വിജ്ഞാനമയ കോശം ജഡമാണ്, കണ്ണാടിയാണ്. അവിടെ അതിന് സ്വയം കഴിവില്ല. അവിടെ ആരാണ്? പരമാത്മ. അവിടെ ചൈതന്യത്തെ, നിറഞ്ഞ ചൈതന്യത്തോടു കൂടിയിരിക്കുന്ന പരമാത്മാവിൽ നിന്നുള്ള ചൈതന്യത്തെ സ്വീകരിച്ച് വിജ്ഞാനമയ കോശം ചേതനയുള്ളതായി മാറുന്നു. അപ്പൊ എന്താണ് ഇവിടെ പ്രത്യേകത? ആത്മാവിന്റെ അറിവ് വിജ്ഞാനമയത്തിൽ തെളിയുന്നു. അതിനാൽ വിജ്ഞാനമയ കോശത്തിൽ നാം ഒരു അറിവിനെ അനുഭവിക്കുന്നു. ആത്മാവിന്റെ അറിവ് വിജ്ഞാനമയ കോശത്തിലൂടെ പ്രതിഫലിക്കപ്പെടുമ്പോൾ ആ അറിവിനെ നാം അനുഭവിക്കുന്നു. വിജ്ഞാനമയ കോശത്തിൽ നാം ഒരു അറിവിനെ അനുഭവിക്കുന്നു. ഈ വിജ്ഞാനമയ കോശത്തിലെ ആത്മാവിന്റെ
പ്രതിബിംബത്തെ ചിതാഭാസൻ എന്ന് ശാസ്ത്രം പറയും. ചിതാഭാസൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എന്നാൽ ഇവിടെ ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണ്. ആരാണ് ചിതാഭാസൻ? വിജ്ഞാനമയ കോശം കണ്ണാടി പോലെ പ്രവർത്തിച്ച് ആത്മാവിന്റെ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ അത് ചിതാഭാസൻ എന്ന് അറിയപ്പെടുന്നു. ചിത്ത് ആഭാസം, അതാണ് ചിതാഭാസൻ. ചിത്ത് ആഭാസം. സംസ്കൃതത്തിൽ ആഭാസം എന്ന് പറഞ്ഞാൽ അതുപോലെ തോന്നിപ്പിക്കുന്നത് എന്നർത്ഥമാണ്, മോശമായതെന്നല്ല. നമ്മൾ മലയാളത്തിൽ ആഭാസൻ എന്ന് പറഞ്ഞാൽ മോശം എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല. സംസ്കൃതത്തിൽ ആഭാസം എന്ന് പറഞ്ഞാൽ തോന്നിപ്പിക്കുന്നത് എന്നാണ്, മോശമായത് എന്നുള്ള അർത്ഥമല്ല. ചിതാഭാസൻ എന്ന് പറയുമ്പോൾ ചൈതന്യത്തെ പോലെ ഒരറിവിനെ, ചൈതന്യത്തെ പോലെ ഒന്നിനെ പ്രകാശിപ്പിക്കുന്നവൻ, ചൈതന്യത്തെ പോലെ ഒന്നിനെ പ്രകാശിപ്പിക്കുന്നവൻ ആണ് ചിതാഭാസൻ. സ്വയം ചൈതന്യ ജ്യോതി അല്ല. സ്വയം ചൈതന്യമുള്ളത് ആർക്കാണ്? ഒരേ ആൾക്കേ ഉള്ളൂ, ആത്മാവിന് മാത്രം. ചിതാഭാസൻ സ്വയം ചൈതന്യ ജ്യോതിയാണോ? അല്ല, പ്രതിഫലിപ്പിക്കുന്ന കഴിവുള്ള ആളാണ്. അപ്പൊ എവിടുന്നാണ് എടുത്ത് പ്രതിഫലിപ്പിക്കുന്നത്? അറിവിനെ പ്രതിഫലിപ്പിക്കുന്ന എവിടുന്നാണ്? ആത്മാവിൽ നിന്നുള്ള അറിവിനെ എടുത്ത് പ്രതിഫലിപ്പിക്കുന്നു ചിതാഭാസൻ, വിജ്ഞാനമയ കോശം. അപ്പൊ ചിതാഭാസൻ എവിടെയാണ്? വിജ്ഞാനമയ കോശത്തിൽ. അപ്പോ ചിതാഭാസം ചൈതന്യത്തെ പോലെ ഒരു അറിവ് തരുന്നുണ്ട്. പക്ഷെ വലിയ അറിവിനും, അതായത് ആത്മാ എന്ന ആ അറിവ് ഇല്ലേ, നമ്മൾ പറഞ്ഞല്ലോ സച്ചിത് ആനന്ദം എന്ന് പറഞ്ഞു, എല്ലാം അറിയുന്നതാണ് ആത്മാവെന്ന് പറഞ്ഞു. ആ അറിവിനും ഇവിടെ ചിതാഭാസന്റെ അറിവിനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? സൂര്യന്റെ പ്രകാശവും കണ്ണാടിയിൽ കൂടി വരുന്ന പ്രകാശവും തമ്മിൽ വ്യത്യാസമില്ലേ? സൂര്യൻ ഉണ്ടെങ്കിലേ അവിടെ കണ്ണാടിയിൽ കൂടി പ്രകാശം വരുള്ളൂ. കണ്ണാടിക്ക് തനിയെ സൂര്യനില്ലാതെ പ്രകാശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എവിടെ നിന്ന് എടുത്തതാണ്? സൂര്യനിൽ നിന്നെടുത്ത പ്രകാശത്തെയാണ് കണ്ണാടി പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ രണ്ടും ഒന്നാണോ? ഒന്നല്ല. ഒരാളുടെ കഴിവിൽ ഒരു ശകലം ഒന്ന് മാത്രം എടുത്ത് അയാളുണ്ടെങ്കിലേ ഇയാളുള്ളൂ. അപ്പോ ഒന്ന് സ്വയം പ്രകാശിക്കുന്നതും ഒന്ന് പ്രതിബിംബവും ആണ്. ഇതാണ് ഏറ്റവും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഒന്ന് ഒറിജിനലും ഒന്ന് പ്രതിബിംബവും. ആത്മാ എന്നുമുള്ളത് സ്വയം ജ്യോതി, സ്വയം പ്രകാശം, വിജ്ഞാനമയ കോശം അഥവാ ചിതാഭാസൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രതിബിംബിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. പ്രതിബിംബത്തിൽ കൂടെയുള്ള അറിവാണ് അവിടെയുള്ളത്. എല്ലാമായ അന്തര്യാമിയായ സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ മുഴുവൻ കഴിവല്ല, മുഴുവൻ ശക്തിയല്ല അവിടെ. പ്രതിബിംബ ശക്തി മാത്രമേ അവിടെ ഉള്ളൂ. സൂര്യനും പ്രതിബിംബം പോലെയുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ള ചിതാഭാസനോട് കൂടിയതാണ് വിജ്ഞാനമയ കോശം. ഇങ്ങനെയുള്ള ചിതാഭാസനോട് കൂടിയതാണ് വിജ്ഞാനമയ കോശം. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചിതാഭാസൻ, അതാണ് നമുക്ക് അറിവ് തരുന്നത്. നമ്മുടെ വിജ്ഞാനമയ കോശത്തില് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു അറിവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാവിൽ നിന്ന് നമ്മുടെ തന്നെ വിജ്ഞാനമയ കോശത്തിന്റെ ഒരു പ്രത്യേക തന്മ ഉപയോഗിച്ച് അവിടെ ഒരു കഴിവുണ്ട് പ്രതിഫലിപ്പിക്കാൻ. ആ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് ആത്മാവിന്റെ ചൈതന്യത്തെ ഇവിടെ പ്രതിഫലിപ്പിക്കുമ്പോൾ ഞാൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രതിബിംബത്തെ ഞാൻ തന്നെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പൊ പറയുന്നുണ്ട്. ആത്മാവ് എന്നുള്ളൊരു ജ്ഞാനം നമുക്ക് വന്നിട്ടില്ല. അത് ആ ജ്ഞാനം വരുത്താനാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോ വിജ്ഞാനമയ കോശത്തിൽ ഇരുന്നു കൊണ്ട് ആ ചിതാഭാസനായിട്ടാണ് നമ്മൾ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ചിതാഭാസനല്ല, അതൊരു പ്രതിബിംബിക്കുന്ന ഒരു പ്രതലം മാത്രമാണ്. ഒറിജിനലി നമ്മൾ ആത്മാ ആണ്. ബാക്കി ഭാഗം നമുക്ക് ഇതിന്റെ ശ്ലോകത്തിന്റെ ഓരോ വരികളായിട്ടുള്ള അർത്ഥം നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോ അനുവ്രജസിത് പ്രതിബിംബ ശക്തി
വിജ്ഞാന സംശ പ്രകൃതേർവികാര ജ്ഞാനക്രിയാവാൻ അഹമിത്യജസ്രം ദേഹാന്ദ്രിയാദിഷു അഭിമന്യതേ ഭൃശം എന്നുള്ള ശ്ലോകം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം. എല്ലാവർക്കും സായിരാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിരാം. ഓം ശ്രീ സായിരാം. സായിരാം. സാറാം സാർ. സായിരാം.